ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. സ്വർണ്ണ പാത്രത്തിലെ ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നത്. ആ പാത്രത്തിലേക്ക് ഭക്ഷണം കൊടുത്ത് ഭഗവാന്റെ പട്ടണത്തിൽ കൊണ്ടിരുത്തിയപ്പോഴൊക്കെ കുചേലന് നാണം വരിക ഇതൊക്കെ അനുഭവിക്കുമ്പോൾ. ആ ഭഗവാന്റെ ധന്യമായിരിക്കുന്ന മായിൽ പെടാത്ത ഒറ്റ ഭക്തനെ ഉള്ളത് ആരാണ്? സാക്ഷാൽ സുധാമാവാണുള്ളത്. എന്താ പറഞ്ഞ് ഏറ്റവും എല്ലാ കാര്യങ്ങളും കാണിച്ചു വെച്ചിട്ട് പകുതി ചിരിച്ചുകൊണ്ട് മന്ദഹസിക്കുന്ന ഒരാളെ ഉള്ളത് ആരാണ്? സാക്ഷാൽ കൃഷ്ണൻ അല്ലേ? എല്ലാം ഒപ്പിച്ച് വെച്ച് ഗാന്ധാരി മാതാവ് ശപിക്കുമ്പോഴും സന്തോഷം തന്നോളൂ എന്താ പറഞ്ഞേ. അത്രയും വലിയ കാര്യനിർവഹണം, അതായത് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ നമ്മൾ കണ്ടുപഠിക്കണം. അത് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഇത്രയേറെ സമർത്ഥമായിട്ട് മുൻപോട്ട് ഒരു ഗൃഹസ്ഥാശ്രമം ഇല്ല ഭഗവാനെ പോലെ അല്ലേ? നമ്മളൊക്കെ കേട്ടിരിക്കുന്ന അങ്ങനെയൊന്നും അല്ലല്ലോ. നാരദ മഹർഷി പോലും അതിശയിച്ചു പോയി ഇത്രയേറെ ഗൃഹസ്ഥാശ്രമ ജീവിതം എങ്ങനെയാ ഭഗവാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന്. എന്തായാലും മഹാദേവന്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി, മോഹിനിയെ കണ്ടിട്ടേ മഹാദേവൻ പോകുമെന്ന് മനസ്സിലായി അല്ലേ? എന്തായാലും ഭഗവാൻ പറഞ്ഞു, എനിക്ക് അവിടുത്തെ ആ ധന്യമായ രൂപത്തെ ഒന്ന് കാണണം. അത്രയേറെ വിശേഷണമുള്ള ദേവന്മാരെ അസുരന്മാരെ ഒരുപോലെ കണ്ണു മഞ്ചളിപ്പിച്ച അങ്ങയുടെ ആ മോഹിനി രൂപം കാണാതിരിക്കാൻ ഇനി എനിക്ക് പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞ സമയത്ത് മഹാവിഷ്ണു പറഞ്ഞു, അതിനെന്താ ഭഗവാനെ, അത് വലിയ വേഷമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ഒന്ന് തിരിഞ്ഞ് ആ ഗോപികുറി ഒന്ന് വട്ടത്തിലാക്കി മുടി അഴിച്ചിട്ടപ്പോൾ തന്നെ മഹാദേവൻ സന്തോഷവാനായെന്നാണ് പറയണേ. കാരണം അത്രയേറെ മനോഹരിയായി നിൽക്കുകയാണ് ഭഗവാൻ. അപ്പൊ വിഷ്ണുവിന്റെ മായയാണ്. ആ മുടി അഴിച്ചിട്ട് ആ ഗോപികുറി ഒന്ന് വട്ടത്തിലാക്കിയപ്പോൾ ആരായി മാറി? മോഹിനി. ഇത്രയേ ഉള്ളൂ മോഹിനി എന്ന് പറഞ്ഞു. അല്പനേരത്തേക്ക് ഭഗവാന്റെ മനസ്സുപോലെ എവിടെ പെട്ടുപോയി? വിഷ്ണുവിന്റെ മായയിൽ പെട്ടുപോയെന്നാണ് പറയുക. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ നാരദ മഹർഷിയും ഭഗവാനോട് ചോദിച്ചു, എന്താണ് ഭഗവാനെ മായ എന്ന് പറയണത്? അതിനെന്താ മഹർഷി നമുക്ക് മനസ്സിലാക്കും, ഒന്ന് വിശ്രമിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്ന് മരത്തണതിൽ തല ചായ്ച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര കാറ്റടിച്ച് നാരദർ എഴുന്നേറ്റു. ചുറ്റും നോക്കി ഭഗവാനെ കാണുന്നില്ല. എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അലഞ്ഞു കടന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഒരു നദിക്കരയിൽ ഒരു പെൺകുട്ടി വെള്ളം എടുക്കാൻ വേണ്ടി വന്നതായിട്ട് കണ്ടു. സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക? വേറൊരു മനുഷ്യജീവി പോലും അവിടെ ഇല്ലെങ്കിൽ പിന്നെ പരിചയപ്പെടുകയല്ലേ നിവൃത്തിയുള്ളൂ. പരിചയപ്പെട്ടു. പെൺകുട്ടി പറഞ്ഞു, വീട്ടിൽ ഞാൻ തനിച്ചേ ഉള്ളൂ, അമ്മയും അച്ഛനും പ്രായമായി, പിന്നെ ഞാൻ ഒരു മകളേ ഉള്ളൂ, ഞങ്ങൾക്ക് മറ്റാരുമില്ല ആശ്രിതരായിട്ട്. അങ്ങനെ നാരദ മഹർഷി ആ പെൺകുട്ടിയെ പരിചയപ്പെട്ട് ആ പെൺകുട്ടിയോട് താല്പര്യം തോന്നി ആ വീട്ടിൽ ചെന്ന് വേഗത്തിൽ പറയുകയാണ്. അവിടെ ചെന്ന് അവരുടെ കൂടെ കൂടി അങ്ങനെ അതിൽ സന്തതികളുണ്ടായി. ആ മാതാപിതാക്കൾ കാലക്രമേണ മരിച്ചു. ഭാര്യയും മക്കളുമായി സന്തോഷമായിട്ട് കഴിയുന്ന സമയത്ത് നാട്ടിലൊരു വരൾച്ച വന്നു. അതുമൂലം നാട് വിടേണ്ട വന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നു പോകുന്ന വഴിക്ക് പട്ടിണി കൊണ്ടും ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും കുഞ്ഞുങ്ങൾ ഓരോരുത്തരായിട്ട് മരിച്ചു വീണു. ആ സന്തതികളുടെ മരണത്തിൽ അനേകം മനസ്സ് ദുഃഖപ്പെട്ടു, വിഷമിച്ചു, പ്രയാസപ്പെട്ടു. ഒടുവിൽ ഭാര്യയും മരിച്ചുപോയി. അപ്പോൾ നാരദ മഹർഷിക്ക് തോന്നി, എല്ലാം പോയില്ലേ, ജീവിതത്തിന് എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നെന്ന് കരുതി തൊട്ടടുത്ത് കണ്ട ഒരു നദിയിലേക്ക് ദേഹത്യാഗം ചെയ്യാൻ വേണ്ടി ചാടി എന്നാ പറയുക. ചാടി കഴിഞ്ഞ് പിന്നെ കണ്ണു തുറക്കുമ്പോൾ സാക്ഷാൽ ഭഗവാന്റെ തുടയിൽ തലയും വെച്ച് സുഖമായിട്ട് ഉറങ്ങാം. എഴുന്നേക്ക് നാരദരെ, എത്ര നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്? കണ്ണു തുറന്ന് നോക്കുമ്പോൾ മയിൽപീലിയുടെ തലോടുകൂടി ഭഗവാന്റെ മടിയിൽ കിടക്കുക. ഭഗവാൻ പറഞ്ഞു, നാരദരെ എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. എല്ലാം മനസ്സിലായി. അവിടെ ഭാര്യ പോയ ദുഃഖം ഉണ്ടായോ? മക്കൾ മരിച്ച ദുഃഖം ഉണ്ടായോ? ഉണ്ടായോ? അത്രയും നേരവും അനുഭവിച്ച ആ വിരഹ ദുഃഖം ഉണ്ടായോ? പട്ടിണിയുടെ ദുഃഖം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭഗവാൻ അല്പനേരത്തേക്ക് മാറിയപ്പോൾ എന്താ വന്ന് പിടികൂടിയത്? മായ. ഭഗവാൻ വന്ന സമയത്ത് അതിൻ്റെ ആ കാഠിന്യം പോയി എന്നാ പറയാം. ഈ ഭഗവാന്റെ മായയിൽ പെട്ടുപോകാത്തതായിട്ട് ഒറ്റയാളുള്ളത് കുചേലൻ മാത്രമാണ്. കുചേലൻ മാത്രമാണ് ഭഗവാന്റെ മായയിൽ പെട്ടുപോകാത്തത്. അറിഞ്ഞുകൊണ്ടല്ലേ? നമ്മളാണെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് പോകും എന്തെങ്കിലും ഭഗവാന് കഴിക്കാൻ വേണ്ടിയിട്ട്. പോയില്ല, അങ്ങനൊന്നും അല്ല. തൻ്റെ ചേലയുടെ അറ്റത്ത് തന്നെ വൃത്തിയുള്ള ഭാഗത്ത് അവല് പോലെ ഒരു സാധനം കെട്ടിക്കൊണ്ട് വന്നു. ഒരിക്കലും കക്ഷത്തിലൊന്നും വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഭഗവാനെ വന്ന് കാണുന്ന സമയത്ത് ഗോപാലന്മാരെല്ലാം രാവിലെ ഇങ്ങനെ നിൽക്കുക ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ഭഗവാൻ എല്ലാവരെയും തട്ടി മാറ്റി ഓടിപ്പോയപ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാലൊക്കെ വളരെ മലിനപ്പെട്ട് വിയർത്ത്, സത്യം പറഞ്ഞാൽ നാറ്റമുള്ള ശരീരത്തോടു കൂടി നിൽക്കുന്ന ഒരു പടുവൃദ്ധനായ ബ്രാഹ്മണനെയാണ് സാക്ഷാൽ ചെന്താമര കണ്ണൻ പോയി കെട്ടിപ്പിടിച്ചത്. രുക്മിണി ദേവിക്ക് മനസ്സിലായി, ഇത്രയും നേരവും രാവിലെ എഴുന്നേറ്റ് ജലപാനം പോലും കഴിക്കാതെ എന്തിനാണ് കണ്ണൻ ഇത്രയും നേരം ഇരുന്നതെന്ന്. അങ്ങനെ ഒന്നിനും കരയാത്ത ഉണ്ണിക്കണ്ണൻ ആദ്യമായിട്ട് കരഞ്ഞു. അവിടെ ഭഗവാൻ ആദ്യമായിട്ട് പാദങ്ങൾ കഴുകി. ഭഗവാൻ ആദ്യമായിട്ട് ആ തീർത്ഥമെടുത്ത് എല്ലാവരെയും തളിച്ചു. സന്തോഷവാനായിട്ട് കൂടെ ഇരുന്നു. എല്ലാ പ്രയാസങ്ങളും പറയുന്ന ഭഗവാൻ അറിയില്ലേ കുചേലന്റെ അവസ്ഥ? എന്നിട്ടും ചോദിച്ചു, സുഖമാണോ? കുറച്ച് സമയങ്ങൾ 64 ദിവസം മാത്രമേ ഗുരുകുലത്തിൽ പഠിച്ച ഓർമ്മയുള്ളൂ. ജീവിതത്തിൽ എന്തൊക്കെ മക്കളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എല്ലാം അറിയാമെന്ന് ആലോചിക്കണം. ആ ഭഗവാന്റെ മായയിൽ ഒന്നും ആരും പെട്ടില്ല അല്ലേ? സുധാമാവെന്ന പറയുക, പെട്ടില്ല.
ഒടുവില് എന്നിട്ട് ചോദിച്ചു, എന്നെ ഇവിടെ കാണാൻ വരുന്ന എല്ലാവരും എനിക്ക് എന്തെങ്കിലും കൊണ്ടുതരും. നറും പാല് കൊണ്ടുവരുന്നവരുണ്ട്, വെണ്ണ കൊണ്ടുവരുന്നവരുണ്ട്, നെയ്യ് കൊണ്ടു തരുന്നവരുണ്ട്, കദളിപ്പഴം കൊണ്ടു തരുന്നവരുണ്ട്. കുചേലൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോഴൊക്കെ നാണം കൊണ്ട് ഒന്നും മിണ്ടാതിരുന്ന കുചേലന്റെ ആ ചേലയിൽ ഇതെന്താന്ന് ചോദിച്ച് തട്ടിപ്പറിച്ചെടുത്ത്, ഭഗവാൻ തട്ടിപ്പറിച്ചെടുത്തേക്കുന്ന ആദ്യമായിട്ട് ആരുടെയാണ്? സുധാമാവിൻ്റെയാണ്. അത് സന്തോഷമായിട്ട് കഴിച്ച്, അല്ലേ, സന്തോഷമായിട്ട് പറഞ്ഞയച്ചു. എന്തെങ്കിലും ചോദിച്ചോ കുചേലൻ ഭഗവാനോട്? നമ്മളോട് ഭഗവാൻ പോകാന്തരം ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മളാണ് എന്താ പറയുക, എനിക്ക് ഭഗവാൻ ഇപ്പം പറയാന്ന് പറഞ്ഞ് ലിസ്റ്റ് എടുത്തിട്ട് വലിയ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും, അല്ലേ? എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒന്നും വേണ്ട, നാരായണ നാമം വിട്ടൊഴിയരുതെന്ന് പറഞ്ഞ് നടന്നുപോയി. സ്വന്തം ഗ്രാമത്തിൽ ചെന്ന സമയത്താണ് മനസ്സിലായത് തൻ്റെ വീടിരുന്നടുത്ത് വലിയ കൊട്ടാരം, പട്ടിണി മൂലം വസ്ത്രമില്ലാതെ വല്ല ഭാര്യയും മക്കളും ഒക്കെ നല്ല വസ്ത്രമൊക്കെ ധരിച്ചു നിൽക്കുന്നു, അല്ലേ? പക്ഷേ നാരായണന്റെ ലീലാവിലാസമല്ലേ ഇത്? നമ്മളെങ്ങനെയാണ് കുചേലഗതി കേട്ടിരുന്നത്? നമ്മളെന്താ കാട്ടിക്കൂട്ടുന്നത്? ആരാണ് കുചേലൻ എന്ന് പറയുന്നത്? ഭഗവാൻ അവിടെ അനേകം രത്നങ്ങൾ ധരിച്ച് ഭഗവാനെ ദിവ്യമായ വസ്തുക്കൾ കൊണ്ട് കാണാൻ വേണ്ടി വന്ന ഒരാളെയും ശ്രദ്ധിക്കാതെ ചെന്താമര കണ്ണൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച്